ഹലോ എക്സാമിനർ ഫാമിലി. അപ്പോൾ SSLC റിസൾട്ട് വെയിറ്റ് ചെയ്യുന്ന മക്കൾക്ക് ഒരു ഹാപ്പി ന്യൂസ് പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ് ഷമീം സാർ വന്നിട്ടുള്ളത്. മാക്സിമം ഫ്രണ്ട്സിന് എല്ലാവരും ഷെയർ ചെയ്ത് കൊടുത്തോളൂ. കഴിഞ്ഞ വർഷം വരെ +1 അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു. അതായത് സീറ്റിൻ്റെ അഭാവം അല്ലേ. എന്നിട്ട് കുറേ മാർജിൻ സീറ്റുകളൊക്കെ എന്ത് ചെയ്തിരുന്നു, വർദ്ധിപ്പിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് മികച്ച ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. ഞാൻ ആ ഒരു ന്യൂസ് ഞാനൊന്ന് വായിക്കാം. 2025-26 അധ്യയന വർഷം +1 പ്രവേശനം കുറ്റമറ്റതാക്കുന്നതിനും ഉപരിപഠനത്തിന് യോഗ്യത നേടിയ എല്ലാ വിദ്യാർത്ഥികളുടെയും പ്രവേശനം ഉറപ്പാക്കുന്നതിനും അലോട്ട്മെന്റ് പ്രക്രിയയുടെ ആരംഭത്തിൽ തന്നെ സർക്കാരിന് അധിക സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കാത്ത വിധത്തിൽ ഇനി പ്രതിപാദിക്കും പ്രകാരം മാർജിനൽ സീറ്റ് വർധനവ് അനുവദിക്കുന്നതാണ്. മാർജിനൽ സീറ്റ് വർധനവ്, അതായത് സീറ്റ് കൂട്ടാൻ വേണ്ടി പോവാണ്. തിരുവനന്തപുരം, പാലക്കാട്, കോഴിക്കോട്, മലപ്പുറം, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ 7 ജില്ലകളിൽ എല്ലാ സർക്കാർ സ്കൂളുകളിലും 30% മാർജിനൽ സീറ്റ് വർധനവ്. അതുപോലെ തിരുവനന്തപുരം, പാലക്കാട്, കോഴിക്കോട്, മലപ്പുറം, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ 7 ജില്ലകളിൽ എല്ലാ എയ്ഡഡ് സ്കൂളുകളിലും 20% മാർജിനൽ സീറ്റ് വർധനവ്. ഇത് ചെറിയ ഒരളവല്ല. 30%, 20% എന്ന് പറയുമ്പോൾ ഒരുപാട് സീറ്റുകൾ +1ലേക്ക് അധികമായിട്ട് അനുവദിച്ചിരിക്കുകയാണ്. പിന്നെ ഇതിനുപരിയായി ആവശ്യപ്പെടുന്ന എയ്ഡഡ് സ്കൂളുകൾക്ക് 10% കൂടി മാർജിനൽ സീറ്റ് വർധനവ്. ആവശ്യപ്പെടുന്ന സ്കൂളുകളിലൊക്കെ ഇവിടെ സീറ്റ് വേണം, ഇവിടെ ഒരുപാട് അഡ്മിഷൻസ് വരുന്നുണ്ട്, അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് സീറ്റുകൾ അനുവദിച്ച് തരണം എന്ന് മാനേജ്മെൻറ്റ് ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ 10% കൂടി മാർജിനൽ സീറ്റ് വർധനവ് ഉണ്ടാകും. പിന്നെ കൊല്ലം, എറണാകുളം, തൃശ്ശൂർ എന്നീ 3 ജില്ലകളിൽ എല്ലാ സർക്കാർ എയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂളുകളിലും 20% മാർജിനൽ സീറ്റ് വർധനവ് ഉണ്ടാകുന്നതാണ് പിന്നീട് വരുന്നത് അല്ലേ. പിന്നെ ആലപ്പുഴ ജില്ലയിലെ അമ്പലപ്പുഴ, ചേർത്തല താലൂക്കുകളിലെ എല്ലാ സർക്കാർ എയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂളുകളിലും 20% മാർജിനൽ സീറ്റ് വർധനവ്. മറ്റു 3 ജില്ലകളായ പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി എന്നീ ജില്ലകളിൽ മാർജിനൽ സീറ്റ് വർധനവൊന്നും ഇല്ല എന്നാണ് പറയുന്നത്. പിന്നെ 2022-23 അധ്യയന വർഷം താൽക്കാലികമായി അനുവദിച്ച 77 ബാച്ചുകളും ഷിഫ്റ്റ് ചെയ്ത 4 ബാച്ചുകളും കൂടി ചേർന്ന 81 ബാച്ചുകളും 2023-24 അധ്യയന വർഷം താൽക്കാലികമായി അനുവദിച്ച 97 ബാച്ചുകളും ഷിഫ്റ്റ് ചെയ്ത 14 ബാച്ചുകളും കൂടി ചേർന്ന് 111 ബാച്ചുകളും 2024-25 അധ്യയന വർഷം താൽക്കാലികമായി അനുവദിച്ച 138 ബാച്ചുകളും ഈ വർഷം കൂടി തുടരുന്നതാണ്. അപ്പോൾ സീറ്റുകൾ ഇല്ല, അല്ലെങ്കിൽ സീറ്റ് കിട്ടിയില്ല എന്നുള്ളൊരു പരാതി ഇപ്രാവശ്യം ഉണ്ടാവില്ല എന്നുള്ളത് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് മികച്ച ഒരു തീരുമാനം തന്നെ എടുത്തിട്ടുണ്ട്. അപ്പോൾ മക്കളെ എല്ലാവരും ഹാപ്പി ആയിക്കോളൂ. ഇനി നിങ്ങൾക്ക് സീറ്റ് കിട്ടുന്നില്ല, +1 അലോട്ട്മെന്റ് വരുന്നിട്ട് സീറ്റ് കിട്ടുന്നില്ല എന്നൊരു പ്രശ്നം ഇപ്രാവശ്യം ഉണ്ടാവില്ല. അതുകൊണ്ട് എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. റിസൾട്ട് എന്ത് തന്നെ ആയാലും നമ്മൾ +1 ഇഷ്ടപ്പെട്ട കോഴ്സ് പഠിക്കുക തന്നെ ചെയ്യും. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.